ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് മോട്ടിവേറ്റ് ആയിക്കേ. പെട്ടെന്ന് തന്നെ കുളിച്ച് സുന്ദരികളായിട്ട് ജസ്റ്റ് ഒരു പൊട്ട് തൊട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വീട്ടിൽ പല പണികളും കാണും. ദേ ഇത് കണ്ടില്ലേ, ചായ തള്ളിയിട്ടതാണ്. അതിന് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഒരു തുണി ഇട്ടൊന്ന് തുടച്ചാൽ മതിയല്ലോ, കാര്യം കഴിഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചായ വീണാലും പാത്രം വീണാലും അതിനൊക്കെ ടെൻഷൻ പിടിക്കാതെ അതൊക്കെ നിങ്ങൾ തന്നെ വൃത്തിയാക്കി മാറ്റി വെച്ചാൽ ആ ഒരു ടെൻഷൻ കഴിഞ്ഞു. എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ എടുത്താൽ കാര്യം നടക്കുമോ? അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ മഷ്റൂമും ബട്ടാണിയൊക്കെ എടുത്ത് മഷ്റൂം ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ വോയിസ് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ്. നിങ്ങളിൽ ഒരാളെങ്കിലും എൻ്റെ ഈ ഒരു വോയിസ് കേട്ട് മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നടക്കാതെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കാൻ പഠിക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയില്ല. അതേപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാവും, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, അതേപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മളത് നമ്മുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട ആളോട് പറയുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കണം എന്ന് ഇല്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ക്ലീനിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനാണ് താല്പര്യം, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാനാണ് താല്പര്യം. അതിൽ ഒരു കാര്യം എടുത്തിട്ട് ഒരു ദിവസം ഒരു കാര്യം ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഡ്രോയിങ് അറിയാം, ആർട്ട് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ നല്ല നല്ല ഐറ്റങ്ങൾ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഡാൻസ് അറിയാം, പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾ ദിവസം ഡെയിലി ഒരു കാര്യം ചെയ്യാം. ഒരു ദിവസം വേണമെങ്കിൽ ഡാൻസ് ചെയ്യാം, ഒരു ദിവസം ജുംബ ചെയ്യാം, ഒരു ദിവസം ആർട്ട് ചെയ്യാം, കുക്കിംഗ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഓരോ ടൈം 1 മണിക്കൂർ ഡെയിലി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെൻറ്റൽ സ്ട്രെസ്സൊക്കെ മാറിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവും കേട്ടോ. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ലേഡീസിൻ്റെ ഹോർമോൺ ആ ഒരു രീതിയിലാണ് ഉള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് സങ്കടം വരും, വിഷമം വരും, ആ ഒരു രീതിയിലാണ്. ജെൻസിൻ്റെയും ഉണ്ട്, പക്ഷേ നമ്മളെ പറഞ്ഞ ലേഡീസിൻ്റെ അത്ര പ്രോബ്ലമാറ്റിക് അല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയത്ത് പല സ്വഭാവങ്ങളായിരിക്കും. പീരിയഡ് സ്റ്റാർട്ടാവുന്ന മുന്നേ ഒരു മൂഡ് സ്വിങ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ മൂഡൊക്കെ ആയിരിക്കും. അത് നമ്മുടെ തെറ്റല്ല, നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണിൻ്റെ ആണ്. പക്ഷേ നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യണം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇപ്പം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാം. ഡോക്ടർമാർ പറയുന്ന വീഡിയോസ് കേട്ടോ, അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ കൂടുതലും നോക്കാനുള്ളത്. കാരണം എല്ലാവരും ഡോക്ടർ അല്ല, അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഓൾമോസ്റ്റ് 100% ഓക്കെ ആണോന്നും നമുക്കറിയില്ല. അപ്പോൾ ഡോക്ടർ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം, അങ്ങനത്തെ പല കാര്യങ്ങളും പല വീഡിയോസിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള വീഡിയോസൊക്കെ നോക്കുക. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ വിഷമവും സങ്കടം കേൾക്കാൻ വേണ്ടി ആർക്കും സമയമില്ലെന്നറിയാം. ചിലപ്പോൾ നിങ്ങളുടെ വിഷമം നിങ്ങൾ പറയുവാണെങ്കിൽ, ഓ ഇത് കോമൺ അല്ലയോ, ഇത് പറയാൻ എന്തുണ്ട്, ഓ ഇവർക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണി, എപ്പോൾ കണ്ടാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റും ആരും ഇല്ല, നമ്മുടെ കൂടെ ആരുമില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്, വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ടിനോട് മാത്രം അത് ഷെയർ ചെയ്യുക. എല്ലാവരെയും വിശ്വസിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കണ്ണാടിയുടെ മുന്നേ പോയി നിന്നിട്ട് നമ്മുടെ പരിഭവങ്ങളും നമ്മുടെ വിഷമങ്ങളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം നമുക്ക് ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം നോക്കാം. ആരും ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അത് അതേപോലെ വിടണ്ട കേട്ടോ. കാരണം വേറൊരാളത് റീഡ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വിഷമങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് സമാധാനത്തോടെ 2-3 പ്രാവശ്യം വായിച്ചിട്ട് അതങ്ങ് കീറിക്കളയുക. അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളെപ്പോഴും, നമുക്ക് പുറത്ത് പോകാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ നമുക്കുള്ള ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ പറ്റൂല എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷേ നമുക്കുള്ള ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നും നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഐഡിയാസ് കിട്ടൂ. നമ്മൾ വിഷമിച്ചിരുന്നാൽ നമുക്ക് ഐഡിയാസ് ഒന്നും കിട്ടത്തില്ല. അതാണ് മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടി എങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ് ഒരു അരമണിക്കൂറെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടേബിൾ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ വിചാരിച്ചു ഡൈനിങ് ഏരിയനെ തന്നെ സ്റ്റഡി ടേബിൾ ആക്കാമെന്ന്. കാരണം നമ്മൾ ഓൺലി ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് അത് ഡൈനിങ് ടേബിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കേർട്ടൻസൊക്കെ മാറ്റണം. ഇത് നമ്മുടെ ഫ്രണ്ട് റൂമാണ്. അപ്പോൾ നമ്മൾ കേർട്ടൻ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ വേറൊരു വീടും കൂടിയാണ്. അപ്പോൾ ഇവിടെ പൊടികളൊക്കെയാണ്, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. പിന്നെ കേർട്ടൻസും ഒക്കെ മാറ്റി, പിന്നെ ആ സൈഡിൽ ഒരു വാൾ പേപ്പർ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച്
അറ്റാച്ച് ചെയ്തിട്ടില്ല, വെറുതെ വച്ചേക്കാണ്. അപ്പോൾ അപ്പുറത്തെ ആൾക്കാർക്ക് ഇപ്പുറത്ത് കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയനെ ഞാൻ സ്റ്റഡി ടേബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് അവരുടെ ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനും ഒക്കെ നല്ല കംഫർട്ട് ആവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഒരു ചെറിയ ടോർട്ടോയ്സ് ഉണ്ടായിരുന്നു, അതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി റോസാപ്പൂവൊക്കെ ഇട്ട് വെച്ച് കാണാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക്. പിന്നെ ഈ ഡൈനിങ് ടേബിളിൽ കുറേ ഒരു 10-15 വർഷത്തിൻ്റെ പഴക്കമൊക്കെ ഉണ്ട്. പിന്നെയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഡൈനിങ് ടേബിളിനെ നമ്മൾ സ്റ്റഡി ടേബിൾ ആക്കി. അതേപോലെ തന്നെ കുറേ പണികൾ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ചെയ്യാൻ തന്നെ 2 മണിക്കൂർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം റോബോട്ട് ഇട്ടാണ് ക്ലീൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചില പേപ്പേഴ്സും കുഞ്ഞു പേപ്പേഴ്സും ചില കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഈ തുടയ്ക്കുന്ന പാർട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കൈക്ക് വയ്യാത്തതാണ്. റൈറ്റ് ഹാൻഡിന് നല്ല വീക്കമുണ്ട്. അത് ഒരു 10-15 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് തൂക്കാനും തുടയ്ക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഈ വാക്യൂം ക്ലീനർ മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വേലക്കാരി വയ്ക്കുമ്പോഴൊക്കെ അവർ ടൈമിന് വരാറൊന്നുമില്ല. 9 മണി എന്ന് പറയും, 10 മണി പറയും, ചിലപ്പോൾ 11 ആവും, 12 ആവും, വരുമോ ഇല്ലയെന്ന് പോലും അറിയില്ല. അത് കാരണം ഞാൻ അവരെ അവോയ്ഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ ഇളയ മോൻ വരാൻ സമയമായി, സ്നാക്സും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇച്ചിരി കടലമാവൊക്കെ ഇട്ട് ഉള്ളി ഇല്ലാത്ത ഒരു പക്കോടി പോലെയാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് അതിൽ നമ്മൾ ഇച്ചിരി മല്ലിയില, കരിവേപ്പില, ഉപ്പ്, ഹിങ്കുവ ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുട്ടി പറഞ്ഞു അമ്മ കടയിൽ മേടിക്കുന്ന കാട്ടി നന്നായിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ പക്കോടി നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. പക്ഷേ അവൻ പറഞ്ഞു കടയുടെ പോലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിനെക്കാട്ടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും പിന്നെ ഒരു അമ്മയ്ക്ക് എന്താ വേണ്ടത് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.